തോക്ക് ചൂണ്ടി എങ്കിൽ വെക്കടാ വെടിയെന്ന് പറ്റി ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ ബ്രാഞ്ച് വലിച്ചു നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ ഒരു 10 അടി ഉയരത്തിൽ. ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ട കൊണ്ടത് തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവ് പറ്റിയെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് വരുന്നാളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരെ സാറിനെ കൊല്ലാതെ വിടുകയില്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്താ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള് എന്നാ ചെയ്യും. ചാണ്ടിച്ചയെ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാറിനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാർ. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമണല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്രമാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുവാ. എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കൊന്നും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേർ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഞങ്ങൾ ഇറങ്ങുവാ. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിന്റ്മെന്റ് പറ്റിയ വേഗം മുറിവുണങ്ങും. വല്യമ്മച്ചയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുറിച്ചെന്നതാ. അതിന് കയ്യിലെ മുറിവുണങ്ങാൻ. ഓ, അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കള പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ടുനടന്നു. ആ, നിങ്ങളൊക്കെ ചായയോട് കഴിഞ്ഞില്ലോടാ? ഓ, തീർന്ന ചായ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ, ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാള് വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ, അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുക. അല്ല, ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ, ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ അന്നേ സാരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാരും കൊണ്ട് കുഞ്ഞിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നത്. അതെന്നാ അങ്ങനെ? ഇച്ചായൻ ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ, ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാലല്ലോ. ഒന്ന് ചുമ്മാ എരി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയച്ചാരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോരസാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ല ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ, അത് നല്ലതാ ചെയ്യാ. എടാ, ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ, അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോരസാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന്റെ വിവരം അറിയിക്കാൻ ചാണ്ടിച്ചായ. അറിയിക്കല്ലയോ?
എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്ന് മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് സിന്ദാബാദ്. KC കോര സിന്ദാബാദ്. കുട്ടികൾ ചളി സിന്ദാബാദ്. ഓച്ചി ആൻ്റപ്പൻ അതാരാ? അത് ഞാനാ. ലടാ. മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്ക് കിടക്കായിരുന്നു. അല്ല, നമുക്കിവിടെ ഒന്നും കൂടി കുളിച്ചു നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. இங்க எவ்வளவு குத்தினாலும் தண்ணி கிடக்காதுங்க. ഇടവിട്ടപ്പായി ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും. ஏங்க இங்க உண்மையை சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടി ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ. പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. அது மட்டும் சொல்லாதுங்க. நாம எல்லாம் மனித ஜாதி. மனிதன் மனிதனுக்கு உதவி தானே செய்யணும். ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ ആഹാ, അത് കൊള്ളാമല്ലോ. എന്നാ വേറെ എല്ലാരും അത് തട്ടേച്ച് മതി. ഇനി ബാക്കി പണി എന്നാ വേഗം വിളമ്പടി. எனக்கு கொடுங்க, எனக்கு கொடுங்க. എന്നാ ഞാൻ ഓടിക്കടി ആർത്തിപ്പെട്ട ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. ആ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയതും. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ല. വെസ്റ്റ് വെസ്റ്റ് കേട്ടോ. ഇവളാള് കൊള്ളാമല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ. എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ, ഇനി ഇടമല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും. ചാണ്ടി ചായ, ചാണ്ടി ചായോ, എന്നാടാ ഈ കിടന്ന് കാറിനെ? നമ്മുടെ വാഴ പാദ്യം പോയി. ചാണ്ടി ചായ, വാഴ പോയെന്ന് എന്നുവെച്ചാ കാലത്ത് ചെന്ന് നോക്കുമ്പോ വാഴകൾ പാദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ. എടി മേരിയെ, എടാ കുഞ്ഞെടുക്ക, ആണ്ട് വാഴയെല്ലാം പിഴുത് കളഞ്ഞെന്ന്. നമുക്ക് പോയി നോക്കാം വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? இது இங்க சர்வசாதாரணம். ராத்திரியில பண்ண வேலை இது. എന്നാ? കാട്ടുപന്നികളുടെ പണിയാണ്. ஆமா. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. நீ என் முன்னிலை வந்து நிக்காது நாயே. வாழை முழுவன் பிடுங்கணும் தானே சொன்னேன். பாதி பிடுங்கிட்டு வந்து நிக்கிறேன். அந்த 3 பேரு அங்க தானே தூங்கிட்டு இருக்குது. வாழை பிடுங்கிட்டு இருக்கும்போது என்னமோ ஒரு சத்தம் வந்தது. அப்படியே ஓடி வந்துட்டேன். அப்ப உங்க அப்பா வந்தா சத்தம் போடுறதுக்கு? ஏ முட்டாள், ஆம்பளையான தைரியம் வேணும்டா, தைரியம். இன்னைக்கு ராத்திரியிலே வாழை பூரா பிடுங்கிட்டு நீங்க வா, நான் 100 ரூபாய் கொடுப்பேன். வாழை பிடுங்காம வந்தா வாழை பிடுங்காம வந்தா ஒண்ணுவேன். போடா அம், பூரா